നമസ്കാരം, എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ ഷോർട്ട് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ സീരീസിലൂടെ പ്രധാനപ്പെട്ട കുറച്ച് ഒറ്റപ്പദങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ 3 ഭാഗങ്ങളും നിങ്ങൾ മനസ്സിരുത്തി പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അയക്കുന്നയാൾ. അയക്കുന്നയാൾക്ക് നമ്മൾ ഒരു ഒറ്റപ്പദം പറയും. എന്താണ്? പ്രേഷിതൻ. അയക്കുന്നയാൾ പ്രേഷിതൻ. അടുത്തത് കേൾക്കുന്നയാൾ. അപ്പോൾ കേൾവിക്ക് നമ്മൾ എന്തെന്ന് പറയും? ശ്രവണം എന്ന് പറയും അല്ലെ? അപ്പൊ കേൾക്കുന്നയാളാണെങ്കിലോ ശ്രോതാവ്. കേൾക്കുന്നയാളാണെങ്കിൽ ശ്രോതാവ്. ഇനി പഠിക്കുന്നയാളാണെങ്കിലോ പഠിതാവ്. പഠിക്കുന്നയാൾ അടുത്തത് രക്ഷിക്കുന്നയാൾക്ക് നമ്മൾ പറയുന്ന ഒറ്റപ്പദമാണ് രക്ഷിതാവ്. രക്ഷിതാവ്. അക്ഷരാഭ്യാസം നേടിയ ആൾക്ക് നമ്മൾ എന്തെന്ന് പറയും? സാക്ഷരൻ എന്ന് പറയും. അക്ഷരാഭ്യാസം നേടിയ ആൾ സാക്ഷരൻ. അക്ഷരാഭ്യാസം നേടിയ ആളാണെങ്കിൽ സാക്ഷരൻ എന്നാണ് ഒറ്റപ്പദം. അക്ഷരാഭ്യാസം നേടിയ ആൾ സാക്ഷരൻ. അപ്പോ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിലോ അക്ഷരാഭ്യാസം ഇല്ലാത്തയാൾ നിരക്ഷരൻ. ആശ നശിച്ചവൻ ഭഗ്നാശന്റെ ഒറ്റപ്പദം എന്താണ്? ഭഗ്നാശൻ. അടുത്ത ചോദ്യം, വിദേശത്ത് വസിക്കുന്നയാൾ. പ്രവാസി. വിദേശത്ത് വസിക്കുന്നയാൾക്ക് നമ്മൾ എന്തെന്ന് പറയും? പ്രവാസി എന്ന് പറയും. വിദേശത്ത് വസിക്കുന്നയാൾ പ്രവാസി. ഇനി സ്വദേശത്ത് താമസിക്കുന്നയാൾ സ്വദേശി. സ്വദേശത്ത് താമസിക്കുന്നയാൾക്ക് എന്തെന്ന് പറയും? സ്വദേശി എന്ന് പറയും. സ്വദേശത്ത് താമസിക്കുന്നയാൾ സ്വദേശി. അടുത്ത ചോദ്യം, വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുന്നവൻ. ദീർഘദർശി. ദീർഘദർശി. ഇനി സഹായത്തിന് ആരുമില്ലാത്തവനാണെങ്കിലോ നിസ്സഹായൻ. സഹായത്തിന് ആരുമില്ലാത്തവൻ നിസ്സഹായൻ. അടുത്ത ചോദ്യം, വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ വൈയാകരണൻ. ഇനി വിനയത്തോടു കൂടിയവൻ. അതിന്റെ ഒറ്റപ്പദമാണ് വിനീതൻ. അടുത്തത്, ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ സമകാലികർ. ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ സമകാലികർ എന്ന് നമ്മൾ പറയും.